നമുക്ക് പഠിക്കാനുള്ള 2 ഓർഗാനിക് ചാപ്റ്റേഴ്സ്. അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം മക്കൾസ്. ആദ്യം തന്നെ IUPAC നെയിമിംഗ് ആണ്. നോക്കിയേ, ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് നമ്മൾ പറയുക? ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ നെയിമിംഗ് വെരി സിമ്പിൾ. ഇതിൽ നിങ്ങൾ എടുക്കുമ്പോൾ തെറ്റിക്കേണ്ടാതെ നോക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ലോങ്ങസ്റ്റ് ചെയിൻ, എഴുതുമ്പോൾ വേർഡ് റൂട്ട് എഴുതാൻ വേണ്ടി എടുക്കുന്ന ലോങ്ങസ്റ്റ് ചെയിൻ ഒരിക്കലും നേരെ കൊണ്ടുപോയിട്ട് എടുക്കരുത്. എങ്ങനെയാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ വരുന്നത്? ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേടാ. അത് ലോങ്ങസ്റ്റ് ചെയിൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി രണ്ടും ബ്രാഞ്ച് ആയിട്ട് വരും. ഇത് ബ്രാഞ്ച് ആയിട്ട് മാറും, ഇതും ബ്രാഞ്ച് ആയിട്ട് മാറും. ദെൻ നമ്മൾ നമ്പറിങ് കൊടുത്താൽ മതി. നിങ്ങൾക്കറിയാം, നമ്പറിങ് കൊടുക്കുമ്പോൾ ഇവിടുന്ന് നമ്പറിങ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുന്ന് തുടങ്ങുമ്പോഴാണ്, ഈ ഭാഗത്ത് നിന്ന് തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ലോവസ്റ്റ് നമ്പറിങ് സംഭവിക്കുന്നത്. കാരണം ഇവിടുന്ന് തുടങ്ങുമ്പോൾ 1, ഇയാൾക്ക് 2 എന്ന് കിട്ടും. ഇവിടുന്നാണ് തുടങ്ങണമെങ്കിൽ ഇവിടെ 1, 2, 3 ആണ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 3 വെച്ചിട്ടാണ് അവിടെ തുടങ്ങുക. സോ ലോവസ്റ്റ് നമ്പറിങ് എന്ന് പറയുമ്പോൾ നോക്കിയേ, നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണുന്ന സമയത്ത് 1, 2, 3, 4 ഇവിടെ 4 വരിക, 2ഉം 4ഉം ആണ് വരിക. നേരെ തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എടുത്തെങ്കിൽ 1, 2, 3, 4, 5 3ഉം 5ഉം വരും, വലിയ നമ്പേഴ്സ് വരും. സോ 2,4 ആണ് വരുന്നത്. സോ 2ലും 4ലും മീതയിലാണ്. അപ്പോൾ 2 മീതയിലുണ്ട്, ഡൈ മീതയിൽ. സോ രണ്ടാമത്തെ കാർബണിലും നാലാമത്തെ കാർബണിലും 2 മീതയിൽ. സോ 2,4 ഡൈ മീതയിൽ. ദെൻ 1, 2, 3, 4, 5, 6 ഹെക്സൈൻ. 2,4 ഡൈ മീതയിൽ ഹെക്സൈൻ. റെഡി? എങ്ങനെയാണ് ആ നെയിമിംഗ് എഴുതേണ്ടത് മനസ്സിലല്ലോ. നെക്സ്റ്റ് കോമ്പൗണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നെങ്കിൽ നോക്കിയാൽ CH3 ടോയ്സ് എന്ന് കണ്ടോ. CH3 ടോയ്സ് എന്ന് പറയുന്നത്, CH3 എപ്പോഴും എൻഡിലേ വരും, ഇൻ ബിറ്റ്വീൻ വരില്ല. അപ്പോൾ CH3 ടോയ്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻഡിലുള്ള CH3 ആയിരിക്കും. വിച്ച് മീൻസ് ആ CH3 ടോയ്സ് കഴിഞ്ഞിട്ട് ആ CH കണ്ടോ, ആ CHനെ നിങ്ങൾ മനസ്സിലാക്കുക. ആ CHൻ്റെ കൂടെ 2 CH3 ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. സോ ആ CH3യുടെ കൂടെ 2 CH3, ഇതാണ് അതിൻ്റെ അർത്ഥം. അതാണ് CH3 ടോയ്സ് CH എന്ന് പറഞ്ഞത്. CH3 ടോയ്സ് CH, CH3 ടോയ്സ് CH എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ദെൻ നമ്മുടെ കോമ്പൗണ്ട് ഏതാ? അടുത്തത് CH2, അടുത്തത് CH2. ദെൻ അത് കഴിഞ്ഞാൽ CH, അതിൻ്റെ താഴെ Cl, ദെൻ CH3. റെഡി? സോ ഇതിൻ്റെ പേരെങ്ങനെ എഴുതുക? വെരി സിമ്പിൾ. നമുക്ക് നേരിട്ട് തന്നെ പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ആ ലോങ്ങസ്റ്റ് ചെയിനിൽ നോക്കിക്കേ, ഇവിടുന്ന് തുടങ്ങുമ്പോൾ സെക്കൻഡ് കാർബണിൽ മീതയിൽ, ഫോർത്ത് കാർബണിൽ ക്ലോറിൻ. നിങ്ങൾക്കറിയാം, ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം ക്ലോറിനും മീതയിലും വരുമ്പോൾ രണ്ടും പ്രിഫിക്സ് ആണ്. അപ്പോൾ ക്ലോറിനും മീതയിലും ഒരുമിച്ചാണ് പറയുക. പക്ഷേ ക്ലോറിനാണ് ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം ഫസ്റ്റ് വരുന്നത്. സോ രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ, നാലാമത്തെ കാർബണിൽ മീതയിൽ. കാരണം എന്താ? ലെഫ്റ്റ് നിന്ന് റൈറ്റ് കണ്ണുമ്പോഴും 2,4 ആണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കണ്ണുമ്പോഴും 2,4 ആണ്. അങ്ങനെ 2 ഒരുപോലെ നമ്പറിങ് വന്നു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം വരുന്ന ആൾക്ക് ചെറിയ നമ്പർ. സോ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കണ്ണി 2 എന്ന് കൊടുക്കും, ഇവിടെ 4 എന്ന് കൊടുക്കും. അപ്പോൾ 2 4 മീതൈൽ. 2 സെക്കൻഡ് കാർബണിൽ ക്ലോറോ, ഫോർത്ത് കാർബണിൽ മീതൈൽ. 2 4 മീതൈൽ. ദെൻ നേരിട്ട് എണ്ണിയാൽ 1, 2, 3, 4, 5 പെൻറ്റൈൻ. 2 4 മീതൈൽ പെൻറ്റൈൻ. ഇത് എഴുതുമ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗം എന്താ? ഇവിടുന്ന് എണ്ണും. അപ്പോൾ 2 മീതൈൽ എന്ന് കൊടുക്കും, 4 ക്ലോറോ എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ ചോദിക്കും, 2 ഭാഗത്തൊന്നും എണ്ണാലോ സാർ, 2 ഒരേ നമ്പറിങ് അല്ലേ എന്ന് ചോദിക്കും. 2 ഒരേ നമ്പറിങ് ആവുന്ന കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 വ്യത്യസ്ത ബ്രാഞ്ചുകളാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരമുള്ള ചെറിയ നമ്പർ വരണം. സോ 2 4 മീതൈൽ പെൻറ്റൈൻ. റെഡി? നെക്സ്റ്റ് കോമ്പൗണ്ടിൻ്റെ പ്രത്യേകത എന്താ? അതിൽ OH ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. OH എന്ന് പറയുന്നത് സഫിക്സ് ആണ്, നമ്മുടെ മെയിൻ ഗസ്റ്റ് ആണ്. മെയിൻ ഗസ്റ്റ് വരുമ്പോൾ അയാളെ മെയിനായിട്ട് പരിഗണിക്കണം. സോ OHന് 1ാമത്തെ നമ്പർ, സോ ഡബിൾ ബോണ്ടിന് 2ാമത്തെ നമ്പർ. രണ്ടുപേരും സഫിക്സാ. ഡബിൾ ബോണ്ടിനെയും സഫിക്സ് ആയിട്ടാണ് പറയുക, OHനെയും സഫിക്സ് ആയിട്ടാണ് പറയുക. സോ വേർഡ് റൂട്ട് എന്താ? നമ്മുടെ സൈക്ലോഹെക്സ് ആണ്. സോ സൈക്ലോഹെക്സ് ആണ് നമ്മുടെ വേർഡ് റൂട്ടൊക്കെ ആയിട്ട്. സൈക്ലോ അതിൻ്റെ മുന്നിൽ വരും, ദെൻ ഹെക്സ് ആണ് നമ്മുടെ വേർഡ് റൂട്ട്. സോ സൈക്ലോഹെക്സ് എന്ന് വരും. ആ സൈക്ലോഹെക്സിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. എത്രാമത്തെ കാർബണിൽ? 2ാമത്തെ കാർബണിൽ. സോ 2 ഈൻ. സൈക്ലോഹെക്സ് 2 ഈനാണ് വരുന്നത്. ദെൻ 1ാമത്തെ കാർബണിൽ ഓൾ. സോ ഈ പറയണമെന്നില്ല, 1ഉം പറയണമെന്നില്ല. സോ സൈക്ലോഹെക്സ് 2 ഇനോൾ. സൈക്ലോഹെക്സ് 2 ഇനോൾ. മറന്നു പോവല്ലേ, ഇവിടെ OH 1ാമത്തെ കാർബണിൽ വരുന്നു, 2ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നു. അപ്പോൾ 2 ഈൻ. സൈക്ലോഹെക്സ് 2 ഈൻ 1 ഓൾ. സോ മക്കളെ, സൈക്ലോഹെക്സ് 2n 1 ഓൾ. 1 പറയണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ സൈക്ലോഹെക്സ് 2 ഇനോൾ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. Then draw the structures of the molecules represented by the IUPAC names. Pent4-ene-2-ol എന്ന് പറയുന്ന കോമ്പൗണ്ട് എങ്ങനെയാണ് എഴുതുക? Pent4-ene-2-ol. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, പെൻറ്റ് എന്ന് പറയുന്നതാണല്ലോ വേർഡ് റൂട്ട്. സോ ഫസ്റ്റ് തന്നെ 5 കാർബൺ അങ്ങ് കൊടുക്കുക. പണി കഴിഞ്ഞു. Pent4-ene, 4ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. 4ാമത്തെ കാർബൺ നിങ്ങൾ ഇവിടെ നിന്നാണ് എണ്ണുന്നതെങ്കിൽ, നിങ്ങൾ ലെഫ്റ്റ് നിന്നാണ് എണ്ണുന്നതെങ്കിൽ 4ാമത്തെ കാർബൺ ഇതല്ലേ, അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കുക. ദെൻ അങ്ങനെ ആകുമ്പോൾ 2ാമത്തെ കാർബൺ മേലെ ഓൾ. അപ്പോൾ ഇതല്ലേ 2ാമത്തെ കാർബൺ, OH. കഴിഞ്ഞു. ദെൻ നമ്മൾ കൊടുക്കുന്നു CH3, CH, CH2, CH, CH2. കഴിഞ്ഞു. റെഡി. അത് തന്നെയല്ലേ ഇവിടെ വന്ന് നോക്കിയേ.
ഇവിടെ നേരെ തിരിച്ചാണ് നമ്പറിങ് കൊടുത്തത്. ഇവിടെ നിന്നാണ് നമ്പറിങ് കൊടുത്തത് 1 2 3 4. നമ്മൾ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ കോമ്പൗണ്ടിന് അവർ തിരിച്ചിട്ടു. റെഡി. ദെൻ നൈട്രോസൈക്ലോഹെക്സൈൻ. നൈട്രോസൈക്ലോഹെക്സൈൻ ഈ കോമ്പൗണ്ട് വരയ്ക്കാൻ വെരി സിമ്പിൾ. സൈക്ലോഹെക്സൈൻ നോക്കിയാൽ മതി. സോ സൈക്ലോഹെക്സൈൻ, ഇതാണ് സൈക്ലോഹെക്സൈൻ. അതുപോലെ എവിടെയെങ്കിലും ഒരു നൈട്രോ എവിടെ കൊടുത്താലും കുഴപ്പമില്ല, കാരണം നൈട്രോ സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാർബൺ എന്നാ. സൈക്ലിക് ആകുമ്പോൾ ഒന്നാമത്തെ കാർബൺ ഏതും ആവാം. സോ നൈട്രോ സൈക്ലോഹെക്സൈൻ. റെഡി. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യെസ്. ദ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് ലൈക്ക് നൈട്രജൻ, ഹാലജൻ, സൾഫർ ആർ ഡൺ ബൈ യൂസിങ് ലസൈൻ ടെസ്റ്റ്. ലസൈൻ ടെസ്റ്റ് വെച്ചിട്ടാണ് നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹാലോജൻസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. എങ്കിൽ ചോദ്യം എന്താണ്? ലസൈൻ ടെസ്റ്റിൻ്റെ കെമിസ്ട്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് 2009 10 എങ്ങാനും വന്ന ക്വസ്റ്റ്യൻ ആണ്. ആ സമയത്ത് 6 മാർക്കൊക്കെയാണ് വലിയ മാർക്ക്. സോ ഇത് 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മൾ നൈട്രൻ്റെയും ഹാലോൻ്റെയും സൾഫറിൻ്റെ ഒക്കെ ടെസ്റ്റ് കൃത്യമായിട്ട് എഴുതണം. ലസൈൻ ടെസ്റ്റ് എന്താണെന്ന് എഴുതണം. എന്താണ് ലസൈൻ ടെസ്റ്റ് എന്ന് എൻ്റെ മക്കൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ലസൈൻ ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, ആ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് സോഡിയം ചേർത്തിട്ട് ഫ്യൂസ് ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, സോഡിയം ചേർത്തിട്ട് ഫ്യൂസ് ചെയ്യുക, ഫ്യൂഷൻ ട്യൂബിലിട്ട് ഫ്യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് സോഡിയം ഫ്യൂഷൻ കിട്ടും. ആ സോഡിയം ഫ്യൂഷനിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ചേർക്കുക. അങ്ങനെ സോഡിയം ഫ്യൂഷൻ കിട്ടിയല്ലോ, അതിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക, എന്നിട്ട് ഫിൽട്ടർ ചെയ്യുക. സോഡിയം ഫ്യൂഷനിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ ചേർത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ആ ബോയിൽ ചെയ്ത് കിട്ടുന്ന സാധനത്തിനെ ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ കിട്ടി ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഫിൽട്രേറ്റ് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ നിങ്ങൾ ലസൈൻ ടെസ്റ്റിലൂടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ആക്കി മാറ്റി. സോ ലസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അതെങ്ങനെയാണ് ചെയ്തത് എന്ന് നമ്മളിവിടെ എഴുതി. അങ്ങനെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് FeSO4ഉം H2SO4ഉം ചേർത്തു. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് FeSO4ഉം H2SO4ഉം ചേർത്തു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക്. അപ്പോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രഷ്യൻ ബ്ലൂ കളർ, ഒരു ബ്ലൂ കളറേഷൻ വരും. അഥവാ ആ ബ്ലൂ കളറേഷൻ വന്നാൽ ഉറപ്പിച്ച മക്കൾ അത് നൈട്രജൻ്റെ പ്രസൻസ് ആണ്. അപ്പോൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഹാലജൻ്റെ ടെസ്റ്റാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ചേർക്കുക. ആ ചേർക്കേണ്ട ആളുകൾ ഓർത്ത് വെക്കണേ. ദെൻ നിങ്ങൾക്ക് 3 ടൈപ്പ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, അത് ഒരു ആൽക്കലിയിൽ സൊല്യൂബിൾ ആണെങ്കിൽ. നിങ്ങൾക്ക് കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സൊല്യൂബിൾ ആണെങ്കിൽ ഉറപ്പിച്ചോ അത് ക്ലോറിൻ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റാണ്, ഒരു പെയിൽ വാടിയ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ കുറച്ച് സൊല്യൂബിളാണ്. അങ്ങനെയാണെങ്കിൽ അത് ബ്രോമിനാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സൊല്യൂബിൾ അല്ല, ഇൻസൊല്യൂബിളാണ്. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഇൻസൊല്യൂബിളാണ്. അങ്ങനെയാണെങ്കിൽ അത് അയോഡിനാണ്. അപ്പോൾ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവരെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റും കൂടിയാണ് ഈ പറഞ്ഞത്. റെഡി. ദെൻ സൾഫർ ഉണ്ടോ ചെക്ക് ചെയ്യാൻ. സൾഫർ ഉണ്ടോ ചെക്ക് ചെയ്യാൻ ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ചേർക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ എഴുതാം. 2 ഒന്നും എഴുതണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇവിടെ എഴുതിയത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് സോഡിയം നൈട്രോ പ്രൊസൈഡ് ചേർക്കുന്നതാണ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് സോഡിയം നൈട്രോ പ്രൊസൈഡ് ചേർക്കുമ്പം വയലറ്റ് കളർ വരും. വയലറ്റ് കളർ വന്ന സൾഫർ. സോ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ലസൈൻ ടെസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞു. ദെൻ അത് വെച്ചിട്ട് നൈട്രജനും സൾഫറും ഹാലജനും എങ്ങനെ കണ്ടുപിടിക്കുന്നു, കളറൊക്കെ എങ്ങനെ എന്നുള്ളത് മക്കൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് റിവൈസ് ചെയ്തു തന്നു എന്നത് മാത്രം. റെഡി. ദെൻ മെനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ്? റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡബിൾ ബോണ്ടോ ഒരു ലോൺ പെയറോ അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ടുകൾ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. ഒരു ഡബിൾ ബോണ്ടും ഒരു ലോൺ പെയറും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ട് തമ്മിലുള്ള ഇൻ്ററാക്ഷൻ. അയ്യവ ഇവർ തമ്മിൽ ഇങ്ങനെ ചേരുന്നു, ഇൻ്ററാക്ഷൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ഒരു ലോൺ പെയറും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിൽ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. സോ പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മോളിക്യൂൾ എപ്പം ബൈ ദി ഇൻ്ററാക്ഷൻ ഓഫ് 2 പൈ ബോണ്ട്സ്, 2 ഡബിൾ ബോണ്ട്, 2 പൈ ബോണ്ട്, അല്ലെങ്കിൽ എ പൈ ബോണ്ട് ആൻഡ് എ ലോൺ പെയർ. അതിനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. ദെൻ ചോദ്യം ഇതാണ്, താഴെ കൊടുത്ത റെസൊണൻസ് എഫക്റ്റ് 2 ടൈപ്പ് ഉണ്ടെന്ന് മക്കൾക്കറിയാം, +R എഫക്റ്റും -R എഫക്റ്റും. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്ത ഈ ഫംഗ്ഷൻ ഗ്രൂപ്പുകളിൽ ഏതൊക്കെയാണ് +R എഫക്റ്റ് കാണിക്കുന്നവർ, ഏതൊക്കെയാണ് -R എഫക്റ്റ് കാണിക്കുന്നവർ? സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്കറിയാം. ആർക്കൊക്കെ ലോൺ പെയർ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. മക്കൾക്കറിയാം OHന് ലോൺ പെയർ ഉണ്ട്, NH2ന് ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ ഉള്ളവർ ഇലക്ട്രോണിനെ കൊടുത്താൽ അവർക്ക് പ്ലസ് ആവും. തങ്ങളുടെ കയ്യിലുള്ള ലോൺ പെയർ പുറത്തേക്ക് കൊടുത്താൽ അവർക്ക് പ്ലസ് ആവും. സോ ലോൺ പെയർ ഉള്ളവർ കാണിക്കുന്ന എഫക്റ്റ് +R എഫക്റ്റ്. NO2 മക്കൾക്ക് എപ്പോഴും അറിയുന്ന ഒരു പോയിന്റാണ്. NO2 എന്ന് പറഞ്ഞാൽ
ഡബിൾ ബോണ്ട് ഉള്ളതാണ്, എൻ ഡബിൾ ബോണ്ട് ഓ. അതുപോലെ COOH സാറ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, C ഡബിൾ ബോണ്ട് ഓ. CO ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ CO ടൈപ്പുള്ള കോമ്പൗണ്ട് വന്നാൽ അത് ഡബിൾ ബോണ്ടാണ്. സിയും ഓയും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, C ഡബിൾ ബോണ്ട് ഓ. അപ്പം ഡബിൾ ബോണ്ട് ഉള്ളവർ, കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉള്ളവർ, ആ ഡബിൾ ബോണ്ട് ഉള്ളവർ ആ എലമെൻറ്റിൻ്റെ മുകളിലേക്ക് ചാടുമ്പോൾ നെഗറ്റീവ് ചാർജ് വരും. സോ മൈനസ് ആർ എഫക്റ്റ്. അപ്പം തങ്ങളുടെ കയ്യിൽ ലോൺ പെയർ ഉള്ളവർ കാണിക്കുന്ന എഫക്റ്റ് പ്ലസ് ആർ എഫക്റ്റ്, തങ്ങളുടെ കയ്യിൽ ഡബിൾ ബോണ്ട് ഉള്ളവർ കാണിക്കുന്ന എഫക്റ്റ് മൈനസ് ആർ എഫക്റ്റ്. റെഡി മക്കൾസ്? സെറ്റ്. ദെൻ ഹൗ വിൽ യു പ്രിപ്പയർ ഈഥൈൻ ബൈ കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്? നിങ്ങൾക്കറിയാം കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ട് എടുക്കണം, CH3COON, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് കറണ്ട് കടത്തി വിടുക. എങ്ങനെ ഇതാ CH3COON എടുക്കുക, അതിൻ്റെ വെള്ളം ചേർക്കുക, അതിനെ സൊല്യൂഷനായി, എന്നിട്ട് അതിലൂടെ കറണ്ട് കടത്തി വിടുക, ഇലക്ട്രോലിസിസ് നടത്തുക. ഇലക്ട്രോലിസിസ് അങ്ങനെ കറണ്ട് കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുക? സാധാരണ കറണ്ട് ഒരു സ്ഥലത്തൂടെ ബൂം എന്നാണ് കറണ്ട് പോയാൽ അതെല്ലാം കൂടെ പൊട്ടിയാണ് പോകും. അതന്നെ ഇവിടെ സംഭവിക്കുക. അപ്പം കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡിൻ്റെ പ്രത്യേകത, നമ്മൾ എടുക്കുന്ന ആൾ രണ്ടെണ്ണമായിട്ടായിരിക്കും കൊടുക്കുക, കാരണം രണ്ടെണ്ണം ചേർന്നിട്ട് റിയാക്ഷൻ നടക്കുക. സോ CH3COON എടുത്തു എന്ന് പറയുമ്പം ആഹാ രണ്ടെണ്ണം എടുത്തു, H2O ചേർത്തു എന്ന് പറയുമ്പോൾ ആഹാ 2 H2O ചേർത്തു. അങ്ങനെ കിട്ടിയാൽ വളരെ ഈസിയാണ്. അങ്ങനെ 2 CH3COON എടുത്തു. ഇതാ CH3COON 1, CH3COON 2. അതിലേക്ക് എത്ര H2O ചേർത്തു? 2 H2O ചേർത്തു. അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തു, CO-ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബ്രേക്ക് ചെയ്തു. അങ്ങനെ CO-ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബ്രേക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചു നോക്കിയാൽ, ഇവിടെ ഉണ്ടായ CH3 ഇവിടെ ഉണ്ടായ CH3 ഒന്നിച്ചു, അങ്ങനെ CH3 ഉണ്ടായി, അങ്ങനെ ഈഥൈൻ ഉണ്ടായി. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ദെൻ ഇവിടെ ഉണ്ടായ COOയും ഇവിടെ ഉണ്ടായ COOയും 2 CO2, COO എന്ന് പറഞ്ഞാൽ CO2, അങ്ങനെ 2 CO2. ഇവിടെയുള്ള NAയും ഇവിടെയുള്ള NAയും ഈ H2O എന്ന് പറഞ്ഞാൽ H പ്ലസും OH മൈനസും ആണ്. H2O എന്ന് പറഞ്ഞാൽ H പ്ലസ് OH മൈനസും ആണ്. NA OH കൊണ്ടുപോകും, NA പ്ലസും 2 NA പ്ലസ് 2 OH മൈനസിനെ കൊണ്ടുപോയി, അങ്ങനെ 2 NaOH ഉണ്ടാവും. ബാക്കിയുള്ള H പ്ലസും ചേർന്നിട്ട് H2 ആവും. അയ്യോ. സോ കോൾസ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്, CH3COONയിലേക്ക് വാട്ടർ ചേർക്കുമ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ അത് മൊത്തത്തിൽ പൊട്ടും, അപ്പുറത്തും ഇപ്പുറത്തും പൊട്ടും. CH3 ചേർന്ന് ഈഥൈനാകും, CO ചേർന്ന് 2 CO2 ആവും, NAയും OHും ചേർന്ന് NaOH ആവും, ബാക്കിയുള്ള H പ്ലസും ചേർന്ന് H2 ആവും. Ready? Very simple and humble. Then explain the Markovnikov's rule for the addition reaction using a suitable example. ഒരു suitable example എടുത്തിട്ട് Markovnikov rule explain ചെയ്യാൻ. Very simple. നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു എക്സാമ്പിളാണ് പ്രൊപ്പീൻ. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 എടുക്കുന്നു, അതിലേക്ക് HBr ചേർക്കുന്നു. മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം എന്താ സംഭവിക്കുക? നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കടാ, ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം CH2 ആണ്, ഒരു ഭാഗം CH2 ആണെന്ന് നിങ്ങൾക്കറിയാം. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആൾക്ക് വരാം അവിടേക്ക്. സോ ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ CH-ലേക്കും CH2-ലേക്കും ഓരോരുത്തർക്ക് വരാം, അത് HBr വരിക. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, H-ന് വേണമെങ്കിൽ CH-ൻ്റെ അടുത്തേക്ക് പോകാം, H-ന് വേണമെങ്കിൽ CH2-ൻ്റെ അടുത്തേക്കും പോകാം. അതുപോലെ BR-ന് വേണമെങ്കിൽ CH-ൻ്റെ അടുത്തേക്ക് പോകാം, BR-ന് വേണമെങ്കിൽ CH2-ൻ്റെ അടുത്തേക്കും പോകാം. എന്ന് പറഞ്ഞാൽ CH-ഉം CH2-ഉം രണ്ടുപേരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. CH ഇവിടെ ഉണ്ട്, CH2 ഇവിടെ ഉണ്ട്, രണ്ടുപേരും ഒരുങ്ങി നിൽക്കുകയാണ് ആരെ സ്വീകരിക്കാൻ? HBr-നെ. അപ്പോൾ CH-ൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ H പോവും, അല്ലെങ്കിൽ BR പോവും. അപ്പോൾ ആരടുത്തേക്കാണ് ഇവർ പോകാൻ കൂടുതൽ സാധ്യത എന്നതാണ് മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത്. മാർക്കോണിക്കോഫ് റൂൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തതിനു ശേഷം കിട്ടുന്ന ലാസ്റ്റ് CH-ഉം CH2 ഇല്ലേ, ആ 2 കാർബൺ ഉണ്ടല്ലോ, എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടേക്ക് നിങ്ങളുടെ നെഗറ്റീവ് പാർട്ടുള്ള ആൾ പോകും. അതായിരിക്കും കൂടുതൽ കിട്ടുന്ന പ്രോഡക്റ്റ്. സോ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഈ BR ഹൈഡ്രജൻ കുറവുള്ള ആളുടെ അടുത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ BR ഹൈഡ്രജൻ കുറവുള്ള ആളുടെ അടുത്തേക്ക് പോയാൽ എന്താ പ്രോഡക്റ്റ്? CH3 CHBr എന്നാവും. ഇവിടെ CHBr, ഇവിടത്തേക്ക് ഹൈഡ്രജനും പോകും, അങ്ങനെ CH3 ആവും. അതാണ് ഈ കോമ്പൗണ്ട്. നോക്കിക്കേ, CH3 CHBr CH3. ഇനി വേണമെങ്കിൽ നേരെ തിരിച്ചും നടക്കാം. എങ്ങനെ? BR അറ്റത്ത് പോവാം, H ഇങ്ങോട്ടും പോവാം. അപ്പോൾ എന്താവും പ്രോഡക്റ്റ്? CH3 CH2 CH2BR. അങ്ങനെയും നടക്കാം. പക്ഷേ മാർക്കോണിക്കോഫ് റൂൾ പ്രകാരം ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്ക് നെഗറ്റീവ് പാർട്ട് പോകും. അതാണ് മാർക്കോണിക്കോഫ് റൂൾ. അപ്പോൾ എന്താണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് എൻ്റെ മക്കൾ പഠിച്ചെടുക്കണം. എന്താണ് മാർക്കോണിക്കോഫ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് അഥവാ HBr, അൺസിമെട്രിക്കലായ റിയേജൻറ്റ്. HBr എന്ന് പറഞ്ഞാൽ H വേറെ BR വേറെ, അതാണ് അൺസിമെട്രിക്കൽ. H2 എന്നാകുമ്പോൾ അൺസിമെട്രിക്കൽ അല്ല, സിമെട്രിക്കൽ, രണ്ടും ഒരാളാണ്. ഓക്കെ, BR2 എന്ന് പറയുമ്പോൾ 2 ഒരാളാണ്. അപ്പോൾ അൺസിമെട്രിക്കലായ റിയേജൻറ്റ് അഥവാ HBr ചേർത്തു. ആഡഡ് ടു ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ചേർത്തു. ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ റിയേജൻറ്റ് ചേർത്തപ്പം നെഗറ്റീവ് പാർട്ട് ഓഫ് ദി റിയേജൻറ്റ്, നിങ്ങൾ ചേർത്ത റിയേജൻറ്റിൽ നെഗറ്റീവ് പാർട്ടുള്ളയാൾ എങ്ങോട്ട് പോയി? ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അത് പോയി അറ്റാച്ച് ചെയ്തു. എവിടെ പോയിട്ട്? ഹൈഡ്രജൻ കുറവ് എവിടെയാണോ ആ കാർബണിൽ പോയി അറ്റാച്ച് ചെയ്തു.
റെഡി. അതാണ് മാർക്കോണിക്കോഫ് റൂൾ. ആ മാർക്കോണിക്കോഫ് റൂളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. റെഡി മഗൾസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഹൈഡ്രോ കാർബൺസിൽ വരുന്ന രണ്ട് പേരുകളാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷനും. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഒരു ഐഡിയ പറഞ്ഞാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലായിരിക്കും. കാരണം അവിടെ സബ്സ്റ്റിറ്റ്യൂഷനേ നടക്കുള്ളൂ. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിൽ നിന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പാടാണ്. സോ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലേക്ക് ആരെങ്കിലും ചേർത്താൽ ഓൾറെഡി ഉള്ള ആൾ പോയി വേറെ ആൾ കയറും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്നാൽ അഡീഷൻ റിയാക്ഷൻ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലോ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിലോ നടക്കും. കാരണം അഡീഷൻ എന്ന് പറഞ്ഞാൽ ആളുകൾ വരികയാണ്. ആളുകൾ വന്ന് ചേരണമെങ്കിൽ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്താലേ ആൾക്ക് കയറാൻ പറ്റുള്ളൂ. സോ അഡീഷൻ റിയാക്ഷനിൽ ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ നടക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക സിംഗിൾ ബോണ്ടത്തെ ഉള്ള ഒരാൾ പോയിട്ട് വേറെ ആൾ കയറും. സോ സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പഠിച്ച റിയാക്ഷൻ ഏതാ? ഹാലോജിനേഷൻ. നമുക്ക് അറിയാം. അഡീഷൻ റിയാക്ഷൻ നമ്മൾ പഠിച്ച റിയാക്ഷൻ ഏതാ? നമ്മളെ ഡബിൾ ബോണ്ട് ആൽക്കീനിലേക്ക് H2 ചേർക്കുന്ന റിയാക്ഷനൊക്കെ എക്സാമ്പിളാണ്. H2 ചേർക്കുന്ന റിയാക്ഷനൊക്കെ എക്സാമ്പിളാണ്. വെരി സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ആൻസർ മക്കളെ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, CH4ലേക്ക് ക്ലോറിൻ ചേർക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു H അവിടുന്ന് പോയി CH3 ആയി, അവിടേക്ക് ഒരു ക്ലോറിൻ കയറി CH3Cl ആയി, പ്ലസ് ഈ CH4 എന്ന് ഇറങ്ങിയ ഹൈഡ്രജനും ക്ലോറിന് പോയ ഒരു ക്ലോറിനും കൂടെ Cl2 എന്ന് പോയ ഒരു ക്ലോറിനും കൂടെ ചേർന്ന് HCl ആവും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? ഒരു ഹൈഡ്രജൻ പോയി പകരം ഒരു ക്ലോറിൻ കയറി. സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ. ദെൻ മക്കളെ അഡീഷൻ റിയാക്ഷൻ എന്താ എക്സാമ്പിൾ? വെരി സിമ്പിൾ. CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് ഒരു H2 ചേർക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് NiPd. യെസ്, Ni അല്ലെങ്കിൽ PD അല്ലെങ്കിൽ PT ചേർക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CH2ൻ്റെ അപ്പുറത്തും രണ്ട് ഹൈഡ്രജൻ കയറി CH3 ആവും. ദ അഡീഷൻ റിയാക്ഷൻ. സോ സബ്സ്റ്റിറ്റ്യൂഷൻ അഡീഷൻ ഒന്നും കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നമ്മൾ പഠിച്ച റിയാക്ഷൻ തന്നെയാണ്. ഇതാണല്ലോ നിങ്ങളെ ഇൻഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും ഞങ്ങൾ പഠിച്ചു വന്നില്ല എന്നുള്ളതിൻ്റെ പ്രശ്നം. നിങ്ങൾ പഠിച്ചത് തന്നെയാണ് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിച്ചതാണ്, അഡീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ്. സോ വെരി സിമ്പിൾ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈഥൈൻ ഈസ് അസിഡിക് ഇൻ നാച്ചർ, എക്സ്പ്ലെയിൻ. ഈഥൈൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ടാണ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ കുറച്ചും കൂടി അസിഡിക് ആയിരിക്കും. കാരണം നിങ്ങൾ എങ്ങനെ അസിഡിക് നാച്ചറാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത്? ഒരാൾ അസിഡിക് ആണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഈ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷൻ SP ആണ്. SP എന്ന് വരുമ്പം S% കൂടുതലാണ്. SP രണ്ടാളേ ഉള്ളൂ. അപ്പോൾ S% 50% S വരും, Pയും 50% വരും. സോ ബാക്കി SP2 SP3 വെച്ച് നോക്കുമ്പോൾ SPയിൽ Sൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. അങ്ങനെ Sൻ്റെ പെർസെൻറ്റേജ് കൂടുതലായതുകൊണ്ട് അയാൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും. S% കൂടുമ്പോൾ ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം കൂടും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുമ്പോൾ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോകും. ഈ ഹൈഡ്രജൻ പോകുന്നതാണല്ലോ അസിഡിക്. സോ അത് ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ H+ കൊടുക്കുന്നവരാണ് ആസിഡ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത്? ബ്രോൺസൺ ലോറി കോൺസെപ്റ്റിൽ. അതുകൊണ്ട് S% കൂടുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുമ്പോൾ അസിഡിറ്റി കൂടും. സോ എന്താണ് ആൽക്കൈൻസ്? ഈഥൈൻ ഒരു അസിഡിക് ആവാനുള്ള കാരണം ഈഥൈനിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടിന് SP ഹൈബ്രിഡൈസേഷൻ ആണ്. S% അവിടെ കൂടുതലാണ്, അതുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അസിഡിറ്റി കൂടുതലാണ്. റെഡി, ആൻസറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ദെൻ നോക്കിയാൽ മതി. ദെൻ ആൽക്കൈൻസ് ക്യാൻ ബി കൺവേർട്ടഡ് സെലക്റ്റീവ്ലി ഇൻ ടു സിസ് ആൽക്കീൻസ് ആൻഡ് ട്രാൻസ് ആൽക്കീൻസ്, എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നിങ്ങളുടെ കയ്യിലുള്ള ആൽക്കൈൻസിനെ നിങ്ങൾക്ക് സിസ് ആൽക്കീനും ഉണ്ടാക്കാം, ആ ആൽക്കൈനിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ് ആൽക്കീൻ ഉണ്ടാക്കാം. എങ്ങനെ ഒന്ന് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വെരി സിമ്പിൾ. എന്താണ് ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഞാൻ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു. ഓക്കെ, But2ine എന്നുള്ള കോമ്പൗണ്ട് എടുത്തു. അതിലേക്ക് ഞാൻ H2 ചേർക്കണം. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? സിസ് ആൽക്കീൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ലിൻലാർസ് കാറ്റലിസ്റ്റ് ചേർക്കണം. H2ൻ്റെ കൂടെ നിങ്ങൾ ലിൻലാർസ് കാറ്റലിസ്റ്റ് ചേർക്കണം. അതാരാണ് ആൾ? H2ൻ്റെ കൂടെ സാധാരണ ചേർക്കുന്ന ആൾ NiPd/Pt ആണ്. H2ൻ്റെ കൂടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ചേർക്കുന്ന കാറ്റലിസ്റ്റ് NiPd/Pt. അതിലെ PD എടുക്കുക. ആ NiPd/Ptയിലെ PD എടുത്തിട്ട് അതിൻ്റെ കൂടെ കാർബൺ ചേർക്കുക. പലഡൈസ്ഡ് ചാർക്കോൾ. കാർബൺ എന്ന് പറഞ്ഞാൽ ചാർക്കോൾ. പലഡൈസ്ഡ് ചാർക്കോൾ ചേർക്കുക. സോ H2 ഇൻ ദ പ്രസൻസ് ഓഫ് PD/C. H2 ചേർത്തിട്ട് അതിലേക്ക് PD/C പലഡൈസ്ഡ് ചാർക്കോൾ, അതിനാണ് ലിൻലാർസ് കാറ്റലിസ്റ്റ് എന്ന് പറയുക. ഇത് ചേർത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് സിസ് ആൽക്കീൻ ആയിരിക്കും. എന്താണ് സിസ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ? വെരി സിമ്പിൾ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യൂലേ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും H2 കയറുമ്പോൾ. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നോക്കിയാൽ C ഡബിൾ ബോണ്ട് C ആവും സെൻറ്ററിൽ. മുകളിലേക്ക് CH3 സിസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. താഴേക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഈ H2 ഒരു H ഇങ്ങോട്ടും കയറും, ഒരു H ഇങ്ങോട്ടും കയറും അല്ലേ? ബോണ്ട് എവിടെയാണോ ബ്രേക്ക് ചെയ്തത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്തതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോരുത്തർ കയറും. സോ കാർബണിൻ്റെ ഇടയ്ക്കുള്ള ഈ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയും ഇവിടെ ഓരോരുത്തർ കയറും. ആര് കയറും? ഹൈഡ്രജൻ കയറും. സോ ഈ കാർബണിലേക്ക് ഒരു ഹൈഡ്രജൻ കയറും.
ഇനി അപ്പുറത്തെ കാർബൺ നോക്കിക്കേ, ഈ കാർബൺ നോക്കിക്കേ, ഈ കാർബണിൽ ഓൾറെഡി ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ഞാൻ CH3 മുകളിൽ എഴുതി. ഇനി അവിടേക്ക് കയറി വന്ന ഹൈഡ്രജൻ അത് താഴേക്ക് എഴുതി. ഇങ്ങനെയാണ് കിട്ടുക സിസ്. എന്തിനാ സാറ് ഇങ്ങനെ പ്രോഡക്റ്റ് എഴുതിയത്? സിസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ പലഡൈസ്ഡ് ചാർക്കോൾ ചേർത്താൽ സിസ് കിട്ടും. എന്നാൽ ഇതേ കോമ്പൗണ്ടിനെ CH3 C ട്രിപ്പിൾ ബോണ്ട് CH3യിലേക്ക് H2 ചേർക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ്, ആളെ മാറ്റുമ്പോൾ പ്രൊഡക്റ്റ് മാറി. അത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണത്. ഒരേ റിയാക്ടൻ്റ് തന്നെ, പക്ഷേ കാറ്റലിസ്റ്റ് മാറ്റിയപ്പോൾ. ആരാണ് കാറ്റലിസ്റ്റ്? സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. NI അല്ല, PD അല്ല, PT അല്ല, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ചേർത്താൽ യു വിൽ ഗെറ്റ് ട്രാൻസ് ആൽക്കീൻ. എങ്ങനെയാണ് ട്രാൻസ് ആൽക്കീൻ എഴുതുക? വെരി സിമ്പിൾ. എഗെയിൻ C ഡബിൾ ബോണ്ട് C എഴുതണം, മുകളിൽ CH3, താഴെ H. അതങ്ങനെ തന്നെ. അപ്പുറത്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൽ താഴെ ഉണ്ടായിരുന്ന H മുകളിലും മുകളിലുണ്ടായിരുന്ന CH3 താഴെയും വരും. ട്രാൻസ് ആൽക്കീൻ കിട്ടും. റെഡി, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സോ മറന്നു പോവല്ലേ ഈ വരെ. സിസ് ആൽക്കീൻ കിട്ടാൻ പലഡൈസ്ഡ് ചാർക്കോൾ, ട്രാൻസ് ആൽക്കീൻ കിട്ടാൻ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തത് ബ്യൂട്ടി-2-വൈൻ എടുത്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ കാണിക്കാൻ പറ്റും. റെഡി. ഇവിടെ ക്വസ്റ്റ്യനിൽ ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എടുത്തത്. ഞാൻ അതിനെ CH3 C ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ എടുത്തു. റെഡി മക്കൾസ്, സെറ്റല്ലേ? സോ ഇത്രയും ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ മൈൻഡിലേക്ക് കുറച്ചൊക്കെ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് സെറ്റാക്കി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ഇതിലേക്ക് ബാക്കി ടോപ്പിക്കുകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക എൻ്റെ മക്കളെ. ഓക്കെ, താങ്ക് യു.